നമസ്കാരം. അപ്പം നമ്മുടെ അടുത്ത് സ്ഥിരമായിട്ട് ആളുകൾ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നമ്മൾ സിഗ്നൽ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്ട്രാറ്റജി എന്നൊക്കെ. ഇപ്പം ഞാൻ നാളത്തേക്കുള്ള സിഗ്നൽ ഡിസൈൻ ചെയ്യാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ 4:56, അതായത് ഇന്ത്യയിൽ 5 മണിയാകുന്നു കേട്ടോ. ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുത്തെ ടൈം 12:26, പാതിരാത്രി 12 മണി. നാട്ടിലത്തെ വെളുപ്പാൻ കാലം 4:56, 5 മണിയോടെ എടുക്കും. ഈ സമയത്താണ് ഞാൻ ഇന്നത്തെ സിഗ്നൽ 9 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള സിഗ്നൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഞാൻ റഫായിട്ട് പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു ടൈം വാല്യൂസ് കുറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്നും നിങ്ങൾ നോക്കണമെന്നില്ല. ഞാൻ എന്തായാലും ഇങ്ങനെ ടൈം വാല്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് നാളത്തെ പണിയാണ്, അത്ര എളുപ്പമൊന്നുമല്ല. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടൈം വാല്യൂന്ന് ഞാൻ അത് വെച്ചിട്ടാണ് സിഗ്നൽ പ്രൊഡിക്റ്റ് ചെയ്യുക. ഇപ്പം ഞാൻ എന്തായാലും ഈവൻ ഗെയിം പോലും ഓപ്പൺ ആക്കിയിട്ടില്ല, പക്ഷേ ഗെയിം ഓപ്പൺ ആക്കാതെയാണ് ഞാൻ സിഗ്നൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രീ ആയിട്ട് പറഞ്ഞാൽ ഈ കാണുന്ന സിഗ്നൽ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ വെച്ചിട്ടാണ്. ഈ കാണുന്നത് ഫുള്ള് എൻ്റെ വാല്യൂ ആണ്. നിങ്ങൾക്കത് വിസിബിൾ ആവണമെന്നില്ല, വിസിബിൾ ആകാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ നിന്നാണ് ഞാൻ ടൈം സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നാളത്തെ സമയം എന്ന് പറയുന്നത് നാളെ രാവിലെ 9 മണിയിൽ സിഗ്നൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സിഗ്നലിൻ്റെ ടൈം ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരെണ്ണം 9:14 AM, രണ്ടാമത്തത് ഇവിടെ ഒരെണ്ണം ഫസ്റ്റത്തെ 9:02 AM, സെക്കൻഡ് സിഗ്നൽ ഞാൻ 9:14, തേർഡ് സിഗ്നൽ 9:27, ഫോർത്ത് സിഗ്നൽ 43, 9:43. ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഇങ്ങനെ ഓരോ സിഗ്നലും 9 മണി, 11 മണി, 1 മണി, 5 മണി, രാത്രി 9 മണി, 11 മണി, അങ്ങനെ ചെയ്യും. നോർമലി ഞാൻ ജോലിയുള്ള സമയങ്ങളിൽ ഇങ്ങനെ ചെയ്തിട്ടിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടിട്ടാണ് പോണത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത്, ഈ പറയുന്ന നാളത്തെ ഒരു ദിവസത്തെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. നാളെ ഈ വീഡിയോയുടെ ബാക്കി ഞാൻ എടുക്കുന്നത് നാളെ ആയിരിക്കും. ഇന്നത്തെ ഡേറ്റും കൂടി വേണമെങ്കിൽ നോക്കിക്കോളൂ. ജൂലൈ 4, രാത്രി സമയം 12:28. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ ബാലൻസ് ചെയ്യുന്നത് നാളെ എൻ്റെ ഗ്രൂപ്പിൽ നിന്നുള്ള ഫീഡ്ബാക്കോടെ ചേർത്തിട്ടായിരിക്കും ഞാനത് ചെയ്യുക. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ തൽക്കാലം എല്ലാവരും റെസ്റ്റ് എടുക്കുക, ഞാൻ ബാക്കിയോടെ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ സിഗ്നൽ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ നൈറ്റാണ് നമ്മൾ സിഗ്നൽ സെറ്റ് ചെയ്തിരുന്നത്. ഇതിപ്പോൾ ഞാൻ ഇവിടുത്തെ സമയം 6:54, 7 മണിയോടെ എടുക്കുന്നു. ഇപ്പോൾ നാട്ടിലെ സമയം 11:24. അപ്പോൾ ഞാൻ ഇട്ടിരുന്ന സമയത്ത് സിഗ്നൽ 11:10, 11:20, 11:26, 11:31 അതായിരുന്നു. അതിൻ്റെ ടെസ്റ്റിംഗ് ഇപ്പോൾ നമ്മൾ നോക്കാം. ഓൾറെഡി ഗ്രൂപ്പിൽ എനിക്ക് കുറച്ച് റിവ്യൂസ് വന്നിട്ടുണ്ട്. ഇത് 11:40, ഇപ്പോൾ 16:48 എന്ന് പറയുമ്പോൾ 10 മിനിറ്റ് ഏർലി. അതായത് നമ്മൾ ഇന്നലെ ഇട്ടിരുന്ന 11:20 സമയത്തിൻ്റെ സാധനമാണ്, 20 അല്ല 10 സമയമാണ്. എന്തായാലും നാട്ടിലെ സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. 26 അടുത്ത സിഗ്നലിൻ്റെ ടൈം പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ വരാൻ പോകുന്ന സിഗ്നൽ എന്തായാലും മുകളിൽ കയറുന്നത് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന സിഗ്നലുകളെല്ലാം തന്നെ ഞാൻ തലേ ദിവസം പ്രിപ്പയർ ചെയ്യുന്ന സിഗ്നലാണ്. ആ സാധനത്തിൻ്റെ സ്ട്രാറ്റജിയാണ് നിങ്ങൾ പിറ്റേ ദിവസം ഔട്ട്പുട്ടായിട്ട് കാണുക. അതിൻ്റെ അകത്ത് ചിലതിലൊക്കെ വേരിയേഷൻ വരാറുണ്ട്, ഒരു 10-15 സെക്കൻഡ്സിൻ്റെയൊക്കെ വേരിയേഷൻ വരാറുണ്ട്. എന്തായാലും 1 മിനിറ്റോടെ നിലവിൽ നമുക്ക് വെയിറ്റ് ചെയ്യണം. സ്ക്രീൻ ഒന്ന് കാണിക്കൂ വെറുതെ. നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കണ ഇത് നമ്മുടെ നാട്ടിലത്തെ ടൈമാണ് കേട്ടോ. ഗൂഗിളിൽ നമ്മൾ ഇന്ത്യൻ ലോക്കൽ ടൈം എടുത്തിട്ടേക്കുവാണ്. ഇപ്പോൾ 25-26 റണ്ണിങ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിലവിലത് 10-12 പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 13 പോയിട്ടുണ്ട്. സോ ബിഗ് ഒരെണ്ണം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത സെക്കൻഡ്സിൽ, അടുത്ത മിനിറ്റിൽ ഇത് വേരി ചെയ്യും. പക്ഷേ വേരി ചെയ്താലും അത്ര വലിയ വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇനിയൊരു വലിയ ഷോട്ട് വരാനായിട്ട് എന്തായാലും ഉണ്ട്. ഒരു 500 എബവ് സാധനം വരണം എന്നാണ് എൻ്റെ ഒരു അനുമാനം. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ 11:26 എടുക്കുന്നത് 10 സെക്കൻഡോടെ. ഇപ്പോൾ 10 സെക്കൻഡ് കൊണ്ട് വരണം. ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇത് ലൈവായിട്ട് ചെയ്തുകൂടെ? ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. കാരണം നമുക്ക് ജോലി ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ജോലിക്ക് പോകും. നമ്മൾ പറഞ്ഞു വിട്ട് ഇവിടെ ഒരു
രണ്ട് വലുത് കിടക്കുന്നതുകൊണ്ട് അവിടെ ഒരു 10 സെക്കൻഡിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും, എന്തായാലും ഡിഫറൻസ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുക, നമ്മൾ ഇടുന്ന ടൈമിങ് നിങ്ങൾ ഗ്രൂപ്പിൽ ഞാൻ ഇടുന്ന ടൈമിങ് നിങ്ങൾ നോക്കുമ്പോൾ ആ ഗ്രാഫും കൂടി ഒന്ന് നോക്കുക. ഗ്രാഫിൽ നിയർ ബൈ 10 അതിന് മുകളിലേക്കുള്ള ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 10 സെക്കൻഡിൻ്റെ ഡിഫറൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞിരുന്നത് 11:26 ആണ്. എക്സാക്ട്ലി 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആ സാധനം ദാണ്ട് പോകുന്നു 6:76. ഞാൻ പറഞ്ഞിരുന്നത് 2-4 ക്യാഷ് ഔട്ട് ചെയ്യാനും റിസ്ക് എടുക്കുന്നവർ 4-10 എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് സിഗ്നൽ നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ലൈവായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ സിഗ്നൽസും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ കുറച്ചധികം എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴും നിങ്ങൾ ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ അയക്കുക, എങ്കിലാണ് നമുക്കത് റിസൾട്ടിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമുക്ക് അടുത്ത ദിവസം സിഗ്നൽസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. അല്ലാതെ നിങ്ങൾ ക്യാഷ് ഔട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. ഞാനിടുന്ന സാധനം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ, അത് പ്ലേ ചെയ്യുന്ന എല്ലാവർക്കും ഒരേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഞാനെപ്പോഴും ഫീഡ്ബാക്ക് അയക്കാൻ പറയാനുള്ള എൻ്റെ കാരണം. ഇതാണ് എൻ്റെ സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഗ്രൂപ്പിൽ കാണുന്ന സ്ട്രാറ്റജി. അപ്പോൾ ഇത് വെച്ചിട്ട് ആണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ടെക്നിക്സും സാധനങ്ങളും ഉണ്ട്. അത് അങ്ങനെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു തരാമെന്നൊക്കെ ചോദിച്ചാൽ അത്ര എളുപ്പമൊന്നുമില്ല. കാരണം ഞാൻ കുറേ നാളുകൾ ഇൻവെസ്റ്റ് ചെയ്ത് സമയമെടുത്ത്, ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് ഞാൻ എൻ്റെ സമയവും എഫേർട്ടും എടുത്ത് ചെയ്ത് പഠിക്കുന്ന സാധനമാണ്. ഇപ്പോഴും സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര പെട്ടെന്നൊക്കെ പറഞ്ഞു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടാണ്. ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ ആൾ നമുക്കിവിടെ നല്ലൊരു ചവിട്ടം തന്ന് ആൾ പുതിയ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിപ്പോയി. അത് വേറെ കാര്യം, അതൊരു സ്റ്റോറി. അപ്പോൾ അതേ പിന്നെ നമ്മളങ്ങനെ കംപ്ലീറ്റ് അങ്ങനെ റിവീൽ ചെയ്യുന്ന പരിപാടി നിർത്തിയതാണ്. നമുക്ക് ഒരു സാധനമൊക്കെ നമ്മൾ പഠിക്കണമല്ലോ, നമ്മളോട് അടുത്തുള്ള അപ്രോച്ച് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതൊരു വേറെ രീതിയിലേക്ക് മാറിക്കഴിയുമ്പോഴുള്ള സാധനമൊക്കെയാണ്. അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലും ജയിക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട്. അതിന് ഞാൻ സെപ്പറേറ്റ് ട്രെയിനിങ് ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ട്രെയിനിങ് ഗ്രൂപ്പിൽ ലിമിറ്റഡ് നമ്പേഴ്സിനെ ഞാൻ എപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം 1000 പേരെ വെച്ചിട്ടൊന്നും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ആവശ്യമില്ല. പക്ഷേ ലിമിറ്റഡ് നമ്പറാണ്. അതിൻ്റെ അകത്ത് അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുക, അവർക്ക് അത്യാവശ്യം കൊള്ളാവുന്ന സാധനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മാസ്റ്റർ ക്ലാസ്സിൻ്റെ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ കുറേ എൻക്വയറി വന്നുകൊണ്ടാണ്. അപ്പോൾ മാസ്റ്റർ ക്ലാസ് നമുക്കിനി അടുത്ത ഗ്രാഫിൻ്റെ അനാലിസിസൊക്കെ ആയിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അതുവരെ ബൈ.